സമസ്ത വിഷയം ലീഗിനുള്ളിൽ പോരുമുറുകുകയാണ്. PMA സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം ലീഗ് നേതൃമാറ്റത്തിന് സാധ്യത തുടങ്ങിയ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജോഷില ചേരുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. ഏറെ പ്രശ്നത്തിലാണല്ലേ സമസ്ത വിഷയം? വലിയ രീതിയിൽ ലീഗിൽ ചർച്ചയായിരിക്കുന്നു, പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. അവിടെ ആ കാര്യം പറഞ്ഞ് വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ വാസ്തവം? പ്രിയ, ഗുഡ് മോർണിംഗ്. സമസ്ത വിഷയത്തെക്കുറിച്ചാണ്. സമസ്തയും ലീഗും തമ്മിലുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ അറിയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത വിട്ടുപോവുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, സമസ്ത എപ്പോഴെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ലീഗിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള വിഷയവും ലീഗിൻ്റെ മുന്നിൽ വലിയ വിഷയമായി നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് സമസ്തയുമായുള്ള പോര് PMA സലാമും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും സമസ്തയുമായുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുന്നതും. വഖഫ് വിഷയത്തിൽ തുടങ്ങിയ ഈ പോര് വീണ്ടും വലിയ രീതിയിലേക്ക് മുറുകുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. വഖഫ് വിഷയത്തിൽ സമസ്ത പണ്ഡിതന്മാരൊക്കെ തന്നെ സർക്കാരിനൊപ്പം നിൽക്കുകയും സമരം ചെയ്യാൻ ലീഗിൻ്റെ രാഷ്ട്രീയ കളിക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ കൂടെ നിൽക്കുകയും അതേസമയം തന്നെ സമസ്ത പണ്ഡിതന്മാർ ലീഗിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്ത ഒരു കാലത്ത് നിന്നും തുടങ്ങുന്ന ഈ ഒരു സംഭവം. PMA സലാമായിരുന്നു സമസ്തയെ വിമർശിക്കാൻ അന്ന് നേതൃത്വം കൊടുത്തത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ കാലത്തും വലിയ വിഷയമായി ലീഗും സമസ്തയും തമ്മിലുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഉമർ ഫൈസി സമസ്ത നേതാക്കൾ വലിയ രീതിയിൽ എതിർക്കുകയും ചെയ്തു. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇവിടെ സമസ്തയുടെ ലീഗിൻ്റെ അധ്യക്ഷനായിരിക്കാനോ അല്ലെങ്കിൽ സമസ്തയുടെ അധ്യക്ഷനായിരിക്കാനോ ഉള്ള യോഗ്യതയില്ല. മതപണ്ഡിതന്മാരാണ് ഇവിടെയൊക്കെ വരേണ്ടത് എന്നുള്ള രീതിയിൽ നേരത്തെ ശിഹാബ് അലി തങ്ങളായാലും ഹൈദർ അലി തങ്ങളായാലും ഒക്കെ തന്നെ മതപണ്ഡിതന്മാരായിരുന്നു. അത്തരത്തിൽ സമസ്തയുടെ തലപ്പത്തിരുന്നവരൊക്കെ തന്നെ മതപണ്ഡിതന്മാരാണ്. അത്തരത്തിൽ ഖാസിയായിരിക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് യോഗ്യതയില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്ന ഒരു സാഹചര്യത്തിൽ സമസ്ത കുറച്ചുകൂടി PMA സലാമിനെ മാറ്റണമെന്ന് നേരത്തെ സമസ്ത ലീഗ് നേതൃത്വത്തിന് അല്ലെങ്കിൽ തങ്ങൾക്ക് ലെറ്റർ കൊടുത്തിരുന്നെങ്കിലും പിന്നീട് സമസ്ത അല്പം പിന്നോട്ടടിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ പോലും സമസ്തയെ അംഗീകരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് തങ്ങൾ കുടുംബം PMA സലാമിനോടടക്കം വാദിച്ചത്. PMA സലാമിനെ മാറ്റാനും അവരന്ന് തയ്യാറായില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറ്റണം എന്നുള്ള നിർദ്ദേശം PK കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന് ഇതിലേക്ക് കയറി വരാനുള്ള ലീഗ് നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന്റെ ഏറ്റവും ശക്തനായ ആരെങ്കിലും നിലനിർത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ലീഗ് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.